ഹലോ മിസ്റ്റർ, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഹോട്ടൽ തുറക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ തുറക്കാൻ പറ്റൂല. നിങ്ങളിങ്ങനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. താരെന്താ അവിടെ? ഞാനിവിടെ ഒരു ഹോട്ടൽ ഇൻസ്പെക്ഷന് വേണ്ടി വന്നതാണ്. താങ്കൾ മനസ്സിലായില്ലല്ലോ. കാരനാണ് ഇന്ന് ഈ ബിസിനസ് തുടങ്ങിയിട്ട് ഞാൻ കോടീശ്വരനായത്. പിന്നെ സാറേ, എന്റെ 4ാമത്തെ ഷോപ്പ് കുന്നമംഗലത്ത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. സാറൊന്ന് വന്ന് ഉദ്ഘാടനം ചെയ്യാം. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ലല്ലോ. സാറ് വരി, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഞാനേ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടേ, അപ്പോ സാറ് വന്നിട്ട് എന്ത് ചെയ്ത് ആ ഹോട്ടൽ പൂട്ടിച്ചു. അങ്ങനെ അത് പൂട്ടിയപ്പോ എന്തായിരുന്നത്, ഞാനാണെങ്കിൽ അതെല്ലാം കൂടി ആയിട്ട് വേറൊരു കമ്പനിക്കാരനും എല്ലാം കൊടുത്തു ഒഴിവാക്കി ഓനെ ഈ കടയൊക്കെ തുറന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോ സാറ് വീണ്ടും പോയിട്ട് ആ കട പൂട്ടിച്ചു. അങ്ങനെ പിന്നെ എന്റെ കമ്പനിക്കാരൻ വിളിച്ച് എന്നോട് പറഞ്ഞു, റിയാസ് ഈ ഒരു കാര്യം ചെയ്യുന്നു, എനിക്ക് തന്ന ആ വിലന്റെ പകുതി വില എന്നാവും ഈ സാധനം ഈ ഒന്ന് എടുക്കുന്നതാണ്. അങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്തു, മനസ്സില്ലാ മനസ്സോടെ ആ സാധനം ഞാൻ എടുത്തപ്പോഴോ ഇന്റെ അടുത്തുനിന്ന് വേറൊരാൾ വന്നിട്ട് അതിന്റെ 2 ഇരട്ടി വിലക്ക് ഈ സാധനം ഇത് വാങ്ങിക്കൊടുത്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത്രയും ലാഭം ചെയ്യാൻ പറ്റിയ മേഖലയാണ് അന്നാ എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും, എവിടെ ഹോട്ടൽ കൂട്ടുന്നുണ്ടോ അവിടെ പോയിട്ട് ഈ സാധനങ്ങൾ മൊത്തം എടുത്തിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യും, എന്റെ ഷോപ്പ് പോകും. അന്ന് എന്റെ ഹോട്ടൽ പൂട്ടിയപ്പോ എന്നെ കളിയാക്കിയ കുറെ ആൾക്കാരനെ, ഓലൊക്കെ എപ്പോഴും അതേ നിലയിൽ തന്നെ. ഓലൊക്കെ ഇപ്പൊ എന്റെ അടുത്ത് വന്ന് കടം വാങ്ങല. എന്റെ ഇത്രയും കാലത്ത് സർവീസിന്റെ ഇടയില് ഒരുപാട് പേരാൻ വയ്യാതാരാത്തിന്, പക്ഷെ എന്നെ കൊണ്ട് കഴിച്ചിലായി നിങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങളെ പുതിയ ഷോപ്പ് ഞാൻ തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്യും, എത്ര തിരക്കാണെങ്കിലും.